അപ്പൊ പിന്നെ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു സംഭവം നമുക്ക് അങ്ങ് വെറുക്കാൻ തുടങ്ങും. അതായത് ഒന്നും കിട്ടാതെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം അങ്ങനെയല്ല, നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു ചിന്തയില്ല. കുറെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇസ് ഇറ്റ് വർത്ത്, അത് ഫിസിക്കലി ആവട്ടെ മെന്റലി ആവട്ടെ നമുക്ക് സന്തോഷമുണ്ടോ, നമുക്ക് വരുമാനം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കിട്ടിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിം ആണ്. എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടത്തില്ലെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഫെയിം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എനിക്ക് എന്റേതായ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി അധികം ആൾക്കാരെ എന്നെ വിളിച്ച് സംസാരിക്കും, അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കും, അതിനെ തന്നെ നമ്മളൊരു ഇൻകം ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കൺസൾട്ടേഷൻ പോലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ലെവലിലൊക്കെ അതൊരു സക്സസ് ആയിരുന്നു. ഈവൻ നമുക്ക് അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ പക്കായിട്ടല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതെനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതായത് ബിസിനസിന്റെ ഒരു നാക്ക് ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നുള്ളൊരു റിയലൈസേഷൻ എത്തുന്ന ആ ഒരു മൊമെന്റിലാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അത് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് ഞാൻ കുറെ മുന്നോട്ട് പോയി. റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് സാരമില്ല, ഇനിയിപ്പം വേറെ എനിക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ, വേറെ ഇപ്പൊ എനിക്ക് ഒരു 9 to 5. അപ്പൊ അന്നേരം ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അനിയനെയും അനിയത്തിനൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നീ ബാക്ക് ടു IT നോക്ക്. അപ്പൊ എനിക്ക് യാതൊരു വിശ്വാസമില്ല ഇത്രയും വർഷമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഏതാണ്ട് ഒരു 6-7 വർഷമൊക്കെ കഴിഞ്ഞു. അന്നേരം ഇവർ പറയുമ്പോൾ ഞാൻ പറയും അത് നടക്കുന്ന കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ എനിക്ക് അതിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ അങ്ങനെ കുത്തിയിരുന്ന് ജോലി ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല, എനിക്ക് പറ്റത്തില്ല, ഇത് തന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ ഞാൻ ഒത്തിരി അധികം പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കി. എംബ്രോയിഡറിയുടെ ബിസിനസ് ആയിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹെൽപ്പിനെ വെച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്തെടുക്കാൻ എനിക്ക് അറിയത്തില്ല. അത് മുന്നേ ഒത്തിരി വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആൾക്കാരെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ എന്റെ കേസ് ആയതുകൊണ്ടാണ്. അതായത് നമ്മളാണല്ലോ ഇപ്പൊ എന്റെ താഴെ ഇരിക്കുന്ന ആൾക്കാരാണ് ചെയ്യുന്നെങ്കിൽ പോലും അതിന്റെ കസ്റ്റമറിനെ ഫേസ് ചെയ്യുന്നതാവട്ടെ, നമുക്കൊരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ അതിന് റെസ്പോൺസിബിലിറ്റി നമുക്ക് ഇപ്പം ഇവർ മോശമാക്കിയിട്ടാലും ആ സ്ട്രെസ്സും കൂടെ നമ്മൾ എടുക്കണം. അപ്പൊ അങ്ങനെ ഒരു മാനേജ്മെന്റ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ആളെ വെച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു കടയായിട്ട് തുടങ്ങാൻ എന്നുള്ളൊരു ധൈര്യമില്ല. മേ ബി ഞാൻ അത്രയ്ക്ക് ബിസിനസ് പരമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു എനിക്ക്. കാരണം അതേ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം എനിക്ക് നടക്കുന്നില്ല. പിന്നെ ഉള്ളത് കമ്പാരിസൺ. ഏറ്റവും വേസ്റ്റ് ആവാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അതായത് ഞാൻ കുറേയധികം ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ബിസിനസ് ചെയ്യുന്ന അതിനെ പറ്റിയിട്ട് എന്റെ അറിവെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറേയധികം വർക്ക്ഷോപ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത പലരും സ്വന്തമായിട്ട് കടയിടുന്നു, ഒത്തിരി ആൾക്കാരെ വെക്കുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുന്നു, നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ. അതും അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ അത്രയും പോലും ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു കഴിവ് ഒന്നും കാണാത്ത ആൾക്കാർ പോലും ഡിഫറെന്റ് ആയിട്ട് അവർക്ക് കുറച്ചും കൂടെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ തുടങ്ങി. അതിപ്പം അത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു നാച്ചുറൽ ബിഹേവിയർ ആണല്ലോ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പൊ കമ്പാരിസൺ കൂടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡൗൺ ആയി. പക്ഷെ ആ ടൈമിലും വർക്ക് ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ ഈ വർക്ക് ചെയ്തിട്ട് പിന്നെ ഒന്ന് ബേൺ ഔട്ട് ആണ്. അതായത് നമുക്ക് ഒരു ശനി ഞായറില്ല, ഒരു അവധിയില്ല, അതുപോലെ ഇരുന്ന് വർക്ക് ചെയ്യും. രാത്രി 10 മണി കഴിഞ്ഞിട്ടും ഇരുന്ന് വർക്ക് ചെയ്യും, ഒരു 2 മണി വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യും. അതിരാവിലെ എണീറ്റിട്ട് ആദ്യമേ വർക്ക് തുടങ്ങും. അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് ഗ്രോത്ത് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ നമ്മൾ മടുക്കാൻ തുടങ്ങി. പക്ഷെ അന്നേരം വേറെ ഓപ്ഷൻസ് ഒന്നും എനിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ തന്നെ, അതായത് നമ്മളൊരു വഴിയിലോട്ട് പോയി തുടങ്ങി. വഴി തെറ്റായിരുന്നു. പക്ഷെ ആ വഴി എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, മുന്നോട്ട് തന്നെ പോവാം എന്നുള്ള രീതിയിലാണ് ഒരു അവസാനത്തെ ഒരു 3-4 വർഷം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ തന്നെ പിടിച്ച് നിൽക്കാൻ നോക്കിയത്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ശരിയാവത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലായി.